Okay, very good morning to all. നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടതാണ് ഡിമാൻഡിനെ കുറിച്ച് തന്നെ. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു എസ്സേ ടോപ്പിക് ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, the degree of responsiveness of a quantity demanded of a product to change in its demand determination. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. അപ്പോൾ എത്രയാണ് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിന്റെ ഡിമാൻഡിൽ വരുന്ന പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ്. അല്ല, നമുക്ക് തീർച്ചയായും നമ്മൾ കൂടുതൽ പേര് ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡിമാൻഡ് കൂടും. അപ്പം അതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തൊക്കെ തരത്തിലാണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് അഡ്വർടൈസിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ആ എൻറ്റയർ ടോപ്പിക്കില് മെയിൻ ആയിട്ടുള്ള 4 പോയിന്റുകളാണ് ഈ പറയുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ടേം വളരെ ഫെമിലിയർ ആണ് അല്ലെ, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റ കാര്യമേ നമ്മുടെ മൈൻഡിൽ വരാൻ പാടുള്ളൂ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ഇലാസ്റ്റിക്. നമ്മളൊരു ഇലാസ്റ്റിക്കിനെ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, വി ക്യാൻ എക്സ്പാൻഡ് ദാറ്റ് തിങ്. അതായത് നമുക്ക് വേരിയേഷൻസ് വരുത്താനായിട്ട് സാധിക്കും ഡിമാൻഡിനനുസരിച്ച്. നമുക്ക് എന്താണ്, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂട്ടാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മുടെ ലൈഫും അതുപോലെ തന്നെയാവണം. അതായത് വാട്ട് എവർ ദ ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും വി ക്യാൻ എക്സിസ്റ്റ് ഇൻ അവർ മോഡ്. അപ്പം നമുക്കറിയാം ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അല്ലെ, കൊറോണ സിറ്റുവേഷൻ ആണ്. അപ്പം നമ്മളുടെ ലൈഫ് നമ്മൾ ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇങ്ങനെ ഒരു സ്റ്റഡിയോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വീട്ടിലിരുന്ന് പഠനമോ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അതിനോട് പൊരുത്തപ്പെട്ടു. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാല് എങ്ങനെ വേണമെങ്കിലും നമ്മൾ വലിച്ചു നീട്ടിക്കഴിഞ്ഞാലും എന്താണ്, ആ ഡിമാൻഡിലത്തെ ആ ഒരു എക്സ്പാൻഷൻ ആണ് അതിൽ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന പ്രോബ്ലത്തിനെ നമ്മൾ എന്താണ് അവോയ്ഡ് ചെയ്ത് വീണ്ടും തിരിച്ച് നമ്മുടെ ഡിമാൻഡിലേക്ക് നമ്മൾ എത്തുന്നു, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കാണാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അപ്പോൾ അതിനു മുൻപ് ഒരു കാര്യമുണ്ട്, മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? പെർസെൻറ്റേജ് മെത്തേഡ്. അപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് ഫസ്റ്റത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ എങ്ങനെയാണ് 3 തരത്തിലാണ് മെയിൻ ആയിട്ടും പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പോയിന്റ് ഇലാസ്റ്റിസിറ്റി. പെർസെൻറ്റേജ് മെത്തേഡ് നമുക്കറിയാം അല്ലെ, നമ്മുടെ ഏതൊരു മാർക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ബേസിലാണ്, അല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, to measure elasticity when the change in price is very small. അതായത് എത്രമാത്രം വേരിയേഷൻസ് വന്നിട്ടുണ്ട്, എത്ര ശതമാനം വേരിയേഷൻസ് നമുക്ക് അതിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് പെർസെൻറ്റേജ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആർ ഇലാസ്റ്റിസിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്, അതായത് 2 points ഓൺ ദ ഡിമാൻഡ് കർവ്. അതായത് ഡിമാൻഡ് കർവ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് ആണ്. അപ്പോൾ അതിന്റെ 2 പോയിന്റിനെ കമ്പയർ ചെയ്തിട്ടാണ്, അതായത് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ഫ്രം ദ എൻഡ് പോർഷൻ. അതാണ് അതിൽ മെയിൻ ആയിട്ടും ആർ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2 points ഓഫ് ദ ഡിമാൻഡ് കർവ്, ദാറ്റ് ഈസ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ റവന്യൂ മെത്തേഡ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമുക്കതിന് ചെലവായിട്ടുണ്ട്, എത്രമാത്രം റവന്യൂ നമുക്കതിന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് ആ ലാസ്റ്റ് മെത്തേഡിൽ പറയുന്നത്. കമ്പയർ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് the bear before and after the price changes. ബൈ എ ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതായത് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പർച്ചേസിങ് പേഴ്സണെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവർ മുൻപ് എങ്ങനെയായിരുന്നു പ്രൈസ് യൂസ് ചെയ്തിരുന്നത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്, അതിനുശേഷം എന്തുമാത്രം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എന്തുമാത്രം അവരുടെ പർച്ചേസിങ് പവറിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ടോട്ടൽ റവന്യൂ മെത്തേഡ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ഇനിയാണ് നമ്മൾ പറഞ്ഞില്ലേ 4 തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓൾറെഡി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോ ഇൻകം ഇലാസ്റ്റിസിറ്റിക്ക് മുൻപ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചു, പലതരം ഇലാസ്റ്റിസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. വി ക്യാൻ എക്സ്പാൻഡ്, വി ക്യാൻ ചേഞ്ച്, വി ക്യാൻ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറച്ച് ഘടകങ്ങൾ എന്തിന് ഈ ഇലാസ്റ്റിസിറ്റിനെ ഈ എക്സ്പാൻഡിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഫസ്റ്റ് പോയിന്റ്. അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നമുക്ക് എല്ലാത്തിനും പകരം ഉണ്ട്, ഓപ്ഷൻസുകൾ ഉണ്ട്. അപ്പൊ അതാണ് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നമുക്കറിയാം അല്ലെ, നമ്മൾ പറഞ്ഞു ഇൻ കേസ് ഓഫ് ഇൻക്രീസിംഗ് ദ പ്രൈസ് ഓഫ് ടീ ദെൻ വി ക്യാൻ ആൾട്ടർനേറ്റ്ലി വി ക്യാൻ സെലക്ട് അറ്റ് ദ കോഫി. അപ്പം അങ്ങനെ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, നല്ല പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നത്. ഇനി അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് എ പ്രോഡക്റ്റ് ആണ്. പ്രൊഡക്റ്റിന്റെ ഡിഫറൻസിനനുസരിച്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ സ്വഭാവം. ഇപ്പം നമ്മൾ പറഞ്ഞു പെരിഷബിൾ ആൻഡ് നോൺ പെരിഷബിൾ എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ട്. എന്താ പെരിഷബിളും നോൺ പെരിഷബിളും? പെരിഷബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. പക്ഷെ നോൺ പെരിഷബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകാത്ത തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ് മെയിൻ ആയിട്ട് ഇത് വരുന്നത്. നേച്ചർ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് അതിൽ വരുന്നത്. അപ്പം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഡക്റ്റിനനുസരിച്ച് നമ്മുടെ എന്താണ് പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട്, ഡിമാൻഡിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് യൂസ് ഓഫ് എ കമോഡിറ്റി. കമോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളാണ്. അപ്പം നമ്പർ ഓഫ് യൂസ് ഓഫ് എ കമോഡിറ്റി. നമ്മളൊരു പ്രൊഡക്റ്റ്, ഇപ്പൊ നമ്മളൊരു ബാങ്കിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഒരു സെറ്റ് ഡസൺ എന്ന് പറയുന്ന രീതിയിലാണ് അല്ലെ, 12 എണ്ണം ആണ് അതിൽ വരുന്നത്. ഇനി ഒരു കാർഡ് ഷഫിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ, കാർഡിന്റെ പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 52 കാർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്പർ ഓഫ് യൂസ് ഓഫ് എ പ്രൊഡക്റ്റ്. ഇനി നമ്മളിപ്പം ഒരു സെറ്റ് ബഞ്ച് ഓഫ് സോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ 4 എണ്ണം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 5 എണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് യൂസ് ഓഫ് കമോഡിറ്റി, എത്ര നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത് നമ്പർ. നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്രമാത്രം പൈസ ചെലവായിട്ടുണ്ട്, അതാണ് പ്രൊഡക്ഷൻ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. There is in that total expenditure there is not considered as the profit and all, only the cost of the particular product. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അർജൻസി ഓഫ് യൂസ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഒത്തിരി താല്പര്യമുള്ളത്, ഇപ്പൊ നമുക്കറിയാം പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ മാസ്ക് ഇല്ലാണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് എസെൻഷ്യൽ തിങ് ആയിട്ട് മാറുക. ഇൻ കേസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥതയായി. ഇപ്പം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് എന്തോ ഒരു അപാകത പോലെ തോന്നും. അപ്പൊ അതാണ് അർജൻസി ഓഫ്, അതായത് അത് കമ്പൽസറി ആണ്, നമ്മൾ ചെയ്തേ പറ്റൂ. ഇൻ കേസ് അതല്ല, നമുക്കിപ്പം എപ്പോഴും ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മുടെ ഒരു ലൈഫിലെ ഒരു പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എർജൻസി ഓഫ് യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡ്രിങ്കിങ് വാട്ടർ അർജന്റ് ആണ്, നമുക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന് കൂടെ വരുന്ന ഒരു, അതായത് ഒന്നിനോട് റിലേറ്റ് ചെയ്തിട്ട് കിടക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ കോമൺ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്രോൾ ആൻഡ് കാർ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഗുഡ്സ് ആയിട്ട് കാറ്റഗറിയിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ സ്മോൾ സാഷെ പാക്കറ്റ്സ് ഒക്കെ എന്താണ് കോംപ്ലിമെന്ററി ആണ്. നമ്മൾ എന്താ ഫോർ വാട്ട് പർപ്പസ് ടു ഇൻട്രൊഡ്യൂസ് ദാറ്റ് കോംപ്ലിമെന്ററി ഗുഡ്സ്, അതായത് നമ്മൾ വീണ്ടും ഫ്രീക്വന്റ് ആയിട്ട് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ലാസ്റ്റ് പോയിന്റ് ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലൈഫ്. നമ്മൾ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റെഫ്രിജറേറ്റർ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഇൻ ഇയർ നമ്മൾ വാങ്ങിക്കത്തൊന്നുമില്ല. നമ്മൾ ഒരു 10 ഇയർ അല്ലെങ്കിൽ ഒരു 15 ഇയർ വരെ മാക്സിമം നമ്മൾ ആ സാധനത്തിന്റെ ഒരു ലൈഫ് പീരീഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എസെൻഷ്യൽ തിങ് ആണ് അല്ലെ. അതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ആ പ്രൊഡക്റ്റിനെ മുൻപോട്ട് പിന്നീട് അതിനുള്ള പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് പോവാം, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലേക്ക് പോവാം. അപ്പൊ
ഇൻകം ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ട പോലെ ഡിഫറെന്റ് 5 ഫീച്ചേഴ്സ് 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയഗ്രംസ് ഒന്നുമില്ല. നമുക്ക് മെയിൻ ആയിട്ട് 3 തന്നെ പഠിക്കാനുള്ളത് എളുപ്പമാണ്. അപ്പൊ ഇനി എന്താ ഇൻകം ഇലാസ്റ്റിസിറ്റി നോക്കാം. The change in the quantity demanded of a product as a result of change in the consumer's income. അതായത് എന്താണ് പ്രൊഡക്റ്റിൽ വരുന്ന ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസിനനുസരിച്ച് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദ ഇൻകം. ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റിയിൽ ഡിമാൻഡിൽ വ്യത്യാസം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അവരുടെ ഇൻകത്തിലും ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഇൻകവും ഡിമാൻഡുമാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ കണ്ടു. അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ കണ്ടത് എന്താണ് പ്രൈസ് ആൻഡ് ഓൾസോ ദാറ്റ് ക്വാണ്ടിറ്റിയാണ്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഇതില് അതായത് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റിയിൽ കാണുമ്പോൾ മെയിൻ ആയിട്ട് ഇൻകവും ഡിമാൻഡ് അതായത് കൺസ്യൂമേഴ്സിന്റെ ഇൻകവും ഡിമാൻഡും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സീറോ മാനേജീരിയൽ യൂസസ്. അതായത് സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, നെഗറ്റീവ് ഇൻകം. ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇനി എന്താ ഈ സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിൽ വരുന്ന വേരിയേഷൻ ഇറ്റ്സ് വിൽ നോട്ട് എഫക്ട് ദ ഡിമാൻഡ്. ഡിമാൻഡിൽ ഒരു തരത്തിലുള്ള ചേഞ്ചസിന് ബാധകമാകുന്നില്ല. അതാണ് എന്ത് പറയുന്നത് സീറോ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സീറോ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് എന്താണ് ഇറ്റ് ഈസ് ഇതാണ് സ്ട്രെയിറ്റ്. പ്രൈസിൽ വരുന്ന വേരിയേഷൻ ഒന്നും എന്തിനെ അഫക്ട് ചെയ്യുന്നില്ല, ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നില്ല. പ്രൈസ് കൂടുന്നു കുറയുന്നു, പക്ഷെ ഡിമാൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അതാണ് സീറോ എന്ന് പറയുന്നത്, നോ ചേഞ്ച്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചേഞ്ച് ആണ്. പ്രൈസ് എത്രമാത്രം കൂടുന്നുവോ അതിനനുസരിച്ച് തന്നെ എന്ത് കൂടുന്നു, ഡിമാൻഡിൽ വേരിയേഷൻ വരുന്നു. ഓക്കെ, പ്രൈസിന്റെ മൂവ്മെന്റ്സ് ആണ് ഏതിനെ എഫക്ട് ചെയ്യുന്നത്, ഈ പറയുന്ന ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തിന് വ്യത്യാസം വരുന്നു, ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുന്നു, എക്സസ് വരുന്നു. ഓട്ടോമാറ്റിക്കലി ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നു. അതാണ് പോസിറ്റീവ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി. നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എന്താ പറയാ നല്ല രീതിയിലല്ല അല്ലെ, അതാണ് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ് നോക്കാം. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് റേറ്റ് ഓഫ് ദ പ്രൈസ് അല്ലെങ്കിൽ ഇൻക്രീസ് അവർ ഇൻകം ബട്ട് ദർ ഈസ് നോട്ട് മച്ച് ചേഞ്ച് ഇൻ ദ ഡിമാൻഡ്. ഇൻകത്തിൽ അതായത് കൺസ്യൂമേഴ്സിന്റെ ഇൻകത്തിൽ ഇൻക്രീസ് ചെയ്യുമ്പോഴും പക്ഷെ അവർ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതാണ് നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം കൂടുന്നു, ക്വാണ്ടിറ്റി അവർ പർച്ചേസ് ചെയ്യുന്നത് കൂടുന്നു. പക്ഷെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുന്നു എങ്കിൽ പോലും ഡിമാൻഡിലെ വേരിയേഷൻ വരുന്നില്ല, അധികം വേരിയേഷൻ വരുന്നില്ല. അതാണ് ഈ പറയുന്ന നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി അതിന് മാനേജീരിയൽ യൂസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പറയുന്നുണ്ട്. മാനേജീരിയൽ യൂസസ്, സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. മാനേജീരിയൽ യൂസ് എങ്ങനെയാണ് നമ്മുടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആക്ട് ചെയ്യുന്നത്, അതായത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്. സെയിൽസ് ഫോർകാസ്റ്റിംഗ് തന്നെയാണ് മെയിൻ ആയിട്ടും ഈ പറയുന്ന ഇൻകം ഇലാസ്റ്റിസിറ്റിയിലും കൺസിഡർ ചെയ്യുന്നത്. സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോർകാസ്റ്റിംഗ് ഫോർ ദ സെയിൽസ്, അതായത് ഫ്യൂച്ചർ പ്ലാനിങ് എങ്ങനെയായിരിക്കണം സെയിൽസിന്റെ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ഈസ് ദ പ്രൊഡക്ഷൻ പ്ലാനിങ്. ഏതൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ദ പ്രൊഡ്യൂസർ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും അവർക്ക് എത്രമാത്രം പ്രൊഡക്റ്റ് ആണ്, എത്ര റേറ്റിലുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ച്. അതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ വരുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, അത് എവിടെ സെയിൽ ചെയ്യണം, മാർക്കറ്റിൽ സെയിൽ ചെയ്യണം. എന്നാൽ മാത്രമാണ് കസ്റ്റമേഴ്സ് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കണ്ട് പ്രൊഡക്റ്റ് വീണ്ടും കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ദ മാനേജിങ് ദ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മാനേജിങ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് മെയിൻ ആയിട്ട് അതിൽ കൺസിഡർ ചെയ്യുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൺസിഡേർഡ് ആസ് ദ അഡ്വർടൈസ്മെന്റ് ആൻഡ് ഓൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇത്രയുമാണ് ഇതില് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് തേർഡ് സെക്ഷൻ ആണ് ഇത്. Advertisement elasticity of demand എന്ന് പറയുന്നത് it measure the relationship between the demand of the product with the spend its advertisement. നമ്മൾ പറഞ്ഞു അല്ലെ, അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് one of the feature of increasing the demand ആണ്.
ഇത് മാർക്കറ്റിംഗിന്റെ ഒരു ടെക്നിക്കായിട്ടാണ് അഡ്വർടൈസ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അഡ്വർടൈസ്മെന്റ് കൂടുതലുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് അറിയാനും നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് ഫെമിലിയർ ആവും. അപ്പൊ നമ്മൾ എന്താണ് കുറച്ചുകൂടി താല്പര്യം നമുക്ക് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ നിലവിലുള്ള ആ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. ഇറ്റ് ഓൾസോ കോൾഡ് ആസ് ദ പ്രൊമോഷണൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നു. അപ്പോൾ ഡയറക്റ്റ് ആയിരിക്കണം എന്നില്ല ക്വസ്റ്റ്യൻ. അപ്പം what is mean by the promotional elasticity of demand എന്ന് പറഞ്ഞാൽ എന്താണ് അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. what is mean by advertisement elasticity എന്ന് ചോദിച്ചാൽ the change in the demand of the particular product is related to the advertisement. അപ്പം പലതരത്തിലുള്ള ഡിഫറെന്റ് അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ചിലത് നമ്മുടെ എന്താണ് ഹാർട്ട് ടച്ചിങ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ചിലത് ഇൻഫോമാറ്റിക് ആയിരിക്കും, ചിലതല്ലെങ്കിൽ ജസ്റ്റ് ഫണ്ണി മോഡൽ ആയിരിക്കും. അപ്പം കസ്റ്റമേഴ്സിന് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അതിന്റെ ഗുണത്തിന്റെ അനുസരിച്ച് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിന്റെ അനുസരിച്ചൊക്കെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് എങ്കിൽ അവർ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് വാങ്ങിക്കാൻ താല്പര്യം കാണിക്കും. അപ്പോൾ വൺ ഓഫ് ദ ഫാക്ടർ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ഫാക്ടർ ആയിട്ട് ഏതിനെയും കൂടി കൺസിഡർ ചെയ്യാം, അഡ്വർടൈസ്മെന്റിനെയും കൂടി കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് സെക്ഷൻ ആണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ എന്താണ് കാണിക്കുന്നത്, ഇറ്റ് ഇൻഡിക്കേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ഓഫ് വൺ പ്രോഡക്റ്റ് വിത്ത് ദ പ്രൈസ് ഓഫ് ദ അനദർ പ്രോഡക്റ്റ്. അതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസിഡേർഡ് ഫോർ ദ അനദർ തിങ്, അനദർ പ്രൊഡക്റ്റ്, മറ്റൊരു പ്രൊഡക്റ്റിനെയും കൂടി റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ പറയുന്ന ക്രോസ് ഇലാസ്റ്റിക്, അതിന് ക്രോസ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, വലിയ കാര്യങ്ങളാണ്. അപ്പൊ അത്രയ്ക്കൊന്നും പോയില്ലെങ്കിലും എന്താണ് ഡിമാൻഡ് ഓഫ് വൺ പ്രോഡക്റ്റ് വിത്ത് ദ പ്രൈസ് ഓഫ് അനദർ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഈ പറയുന്ന ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റിയും ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റിയും ഉണ്ട്. ഇനി പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് കൂടിയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്വിച്ച് ഓൺ ദ അനദർ പ്രൊഡക്റ്റ്, അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അത് പോസിറ്റീവ് ആയിട്ട് ഇലാസ്റ്റിസിറ്റി ആണ്. നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. ഒന്നിന് പകരം അതിന് കൂടെ അഡീഷൻ ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ രണ്ട് കാറ്റഗറി മാത്രമേ ഏതിലുള്ളൂ, ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റിയിൽ വരുന്നുള്ളൂ. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ബാധകമാകുന്നില്ല. അത് ഓൺലി കൺസിഡേർഡ് ദ അഡ്വർടൈസ്മെന്റ്. ഡിമാൻഡും അഡ്വർടൈസ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ടോപ്പിക്. ഇതൊരു എസ്സേ പോർഷൻ ആണ്, നിങ്ങൾ നന്നായിട്ട് നോക്കണം, കവർ ചെയ്യണം. ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും അതൊരു സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾ നോക്കുക. ഓക്കെ, ഫൈൻ, താങ്ക് യു.